കണ്ണൂർ കല്ലിയാട്ടെ മോഷണക്കേസിൽ വഴിത്തിരിവ്. മോഷണം നടന്ന വീട്ടിൽ നിന്ന് കാണാതായ യുവതിയെ മൈസൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വീട്ടുടമയായ സുമതിയുടെ മകന്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത്. ദർശിതയുടെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയുമാണ് കാണാതായത്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, കൂടുതൽ വിവരങ്ങൾ. ധന്യ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ കല്ലിയാട്ടെ KV സുമതയുടെ വീട്ടിൽ നിന്ന് 30 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപയും മോഷണം പോകുന്നത്. വീടിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് ഈ മോഷണം നടത്തിയതെന്ന് പോലീസ് ഒരു നിഗമനത്തിലെത്തിയിരുന്നു. കാരണം വീടിന്റെ പുറത്ത് സിറ്റ് ഔട്ടിന്റെ താഴെ ചവിട്ടുപടിക്ക് അടിയിലായി സൂക്ഷിച്ചിരുന്ന ചാവി എടുത്ത് ഈ വീട് തുറന്ന് അതിനുള്ളിൽ നിന്ന് സ്വർണവും പണവും കവരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീടുമായി ബന്ധമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചിരുന്നത്. അതായത് ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വീട്ടിൽ നിന്ന് സുമതിയുടെ മകന്റെ ഭാര്യ ദർശിത സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. ദർശിത കർണാടക ഹുൻസൂർ സ്വദേശിയാണ്. ദർശിതയുടെ ഭർത്താവ് ഗൾഫിലാണ് ഏറെക്കാലമായിട്ട്. അപ്പോ ഇവര് വിവാഹം കഴിച്ചിരിക്കുന്നത് ഹുൻസൂറിൽ നിന്നാണ്. അപ്പൊ അന്ന് രാവിലെയാണ് ദർശിത ഹുൻസൂറിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അതായത് ദർശിതയുടെ ഒരു സുഹൃത്തിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തായിട്ടുള്ള ഇവരുടെ സുഹൃത്തിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരും വിശദാംശങ്ങളും ഒക്കെ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ സ്വർണം ഇവർക്ക് മറ്റാരെങ്കിലും ഇതിൽ കൂട്ടുനിന്നോ ഇല്ലെങ്കിൽ ഇയാളുടെ ഒപ്പം മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളാണോ? അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണോ പോലീസ് കടക്കുന്നത്? എങ്ങനെയാണ് അന്വേഷണം? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് തന്നെ. അതായത് ഈ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി സ്വന്തം വീട്ടിൽ നിന്ന് ദർശിത സ്വർണവും പണവും കവരുകയും അതുമായി കർണാടകത്തിലേക്ക് പോവുകയുമായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും അതിനിടയിൽ ഒരുപക്ഷെ ഈ സുഹൃത്തും ദർശിതയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ദർശിതയെ സ്വർണവും പണവും തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായി സുഹൃത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഈ സുഹൃത്തും ഹുൻസൂർ സ്വദേശിയാണ്. നേരത്തെ തന്നെ ചെറുപ്പം മുതലേ ഇവർ തമ്മിൽ അറിയാവുന്ന ആളുകളാണ് ഈ സുഹൃത്തും ദർശിതയും എന്നാണ് നമുക്ക് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ദർശിത വീട്ടിൽ നിന്ന് സ്വന്തം സ്വർണവും ഒപ്പം തന്റെ ഭർത്തൃമാതാവിന്റെ സ്വർണവും പണവും അടക്കം അവിടെ നിന്ന് മോഷ്ടിച്ച് വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. എന്തായാലും ഒരുപക്ഷെ ഈ പണം പങ്കിടുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവർ തമ്മിലുണ്ടായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നോ ആകാം ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ദർശിതയുടെ ആൺ സുഹൃത്ത് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ശരി സുനിൽ.